CSK ടീമിൻ്റെ പ്രതാപം അവസാനിച്ചിരിക്കുകയാണ്. പണ്ടത്തെ CSK ടീം മികച്ച കളിയാണ് കാഴ്ചവെക്കാറ്. എന്നാൽ ഇപ്പോൾ ചെന്നൈ ഇന്നത്തെ മാച്ച് തോറ്റിരിക്കുകയാണ്. ചെന്നൈ ടീം പ്ലേ ഓഫ് പോലും കാണുമെന്നത് സംശയമാണ്. അതുപോലെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രകടനം. ഇപ്പോഴത്തെ ഇന്ന് പഞ്ചാബുമായി കളി തോറ്റ ശേഷം ധോണി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പഞ്ചാബ് ഇന്ന് ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ചെന്നൈ അവർക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ന് CSK കളി തോറ്റ ശേഷം ധോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് പിഴച്ചത് ബാറ്റിങ്ങിലാണ്. ആരും തന്നെ ഫോമായില്ല. ഋതുരാജ് മാത്രമാണ് ഒന്ന് കളിച്ചത്. ഞാൻ പോലും ഇന്ന് ഫോം ഔട്ടായിരുന്നു. ഞങ്ങളുടെ ടീമിന് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഞങ്ങളുടെ പ്രതീക്ഷ ശിവദുബൈയിലായിരുന്നു. എന്നാൽ ഇന്ന് അവൻ ഡക്കിൽ പുറത്തായി. അതാണ് ഞങ്ങൾക്ക് പണിയായത്. പഞ്ചാബിനെ പോലെ ഒരു ടീമിനെതിരെ മിനിമം 200 റൺസെങ്കിലും ആവശ്യമായിരുന്നു. ഞങ്ങൾക്കത് നേടാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം ഞങ്ങൾ പ്ലേ ഓഫിലെത്താൻ സാധ്യത കുറവാണ്. ഈ IPLലെ മികച്ചൊരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: അത് രാജസ്ഥാനാണ്. ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പ് നേടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിജയിച്ച് കയറാനാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ധോണി വ്യക്തമാക്കി. CSK ആരാധകർ നിരാശയിലാണ്. കാരണം CSK ടീം പ്ലേ ഓഫിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കളി തോറ്റാൽ അത് ചെന്നൈക്ക് ദോഷകരമാണ്. കാരണം പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. ഇനിയുള്ള മാച്ചെല്ലാം ചെന്നൈ ടീമിനെ അപേക്ഷിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കളി തോറ്റാൽ പോലും ചിലപ്പോൾ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. ഈ IPLലെ ഏറ്റവും മികച്ചൊരു ടീം രാജസ്ഥാനാണ്. അത് ഒരുവിധം എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. കാരണം രാജസ്ഥാൻ ഇപ്പോൾ തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചു. തോൽവി എന്താണെന്ന് അറിയാതെയാണ് രാജസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ആകെ കൂടി ഒരു മാച്ചിൽ മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. ഒരുവിധം എല്ലാ കളിയിലും രാജസ്ഥാൻ ജയിച്ചിരിക്കുകയാണ്. സഞ്ജു ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.